ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ നിർണായക നിർദ്ദേശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കാമെന്ന് നിർദ്ദേശം. ഫലസ്തീനികളെ ഗാസയ്ക്ക് പുറത്ത് മാറ്റിപ്പാർപ്പിക്കണം. ട്രംപിന്റെ നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ. വാർത്തകളിലേക്ക്. കൊല്ലം കൊട്ടാരക്കരയിൽ ആംബുലൻസും കോഴിയുമായി പോവുകയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ച് ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയടക്കം 2 പേർ മരിച്ചു. അടൂർ ഏഴംകുളം സ്വദേശികളായ തമ്പി, ഭാര്യ ശ്യാമള എന്നിവരാണ് മരിച്ചത്. തമ്പിയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം. ഇവരുടെ മകൾ ബിന്ദു അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റി. അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് MC റോഡിൽ കൊട്ടാരക്കര സദാനന്ദപുരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. തമ്പിയുടെ മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും ശ്യാമളയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമാണുള്ളത്. കോഴിക്കോട് മുക്കത്ത് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഹോട്ടൽ ഉടമ പിടിയിൽ. ഹോട്ടൽ ഉടമ ദേവദാസിനെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള നടപടികൾ? കാളിദാസ്, ഈ ഹോട്ടൽ ഉടമ കോഴിക്കോട് മാമ്പറ്റയിലുള്ള സംഗീതം ഹോട്ടൽ ഉടമ ദേവദാസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കുന്നംകുളത്ത് വെച്ചാണ് കുന്നംകുളം പോലീസിന്റെ സഹായത്തോടുകൂടി ഈ പ്രതി കസ്റ്റഡിയിലെടുത്തത്. ഇയാളാണ് 1ാം പ്രതി. നമ്മുടെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഈ പെൺകുട്ടി കണ്ണൂർ